ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ കേട്ടാലോ. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ പരമ്പരയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഭൂമിയുടെ അച്ഛൻ അച്യുതനെ ഭൂമിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട ഒരു സീനാണ് അല്ലേ നമ്മൾ കണ്ടത്. മെഗാ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഭയങ്കര സീനെന്ന് വെച്ചാൽ അതൊരിക്കലും അപ്രതീക്ഷിതമായിട്ട് സ്വന്തം അച്ഛന് ഒരു അസുഖമുണ്ട് എന്നുള്ള രീതിയിൽ ഭൂമി അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കും വേണ്ടി പാഞ്ഞ് നടക്കുകയായിരുന്നു. നമ്മുടെ ഭൂമി പല ട്രസ്റ്റുകളെയും സമീപിച്ചും മറ്റുമൊക്കെ ആയിട്ട് ഭൂമി പാഞ്ഞ് നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഭൂമിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ഇനി മുന്നോട്ട് തരണം ചെയ്ത് പോകും എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഭൂമിക്ക് ഈ ലോകത്ത് തൻ്റെ അച്ഛനും അമ്മയും അത് മാത്രമേ ഭൂമിയുടെ ലോകം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷത്തിലോട്ട് പോകാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കേൾക്കുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു രംഗം, അതായത് ഭൂമി പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരുമ്പോൾ കാണുന്നത് അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സീനും കാര്യങ്ങളാണ്. അങ്ങനെ അകത്തോട്ട് ഓടി കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ അജയ് ഡോറ് തുറന്ന് അജയ് അകത്തോട്ട് തള്ളി തുറന്നിട്ട് കയറുകയാണ്. കാരണം ആ സമയത്തേക്ക് നമ്മുടെ അംബികയ്ക്ക് ബോധം വന്നിട്ട് അംബിക കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് തൻ്റെ അച്ചുവേട്ടൻ്റെ ദേഹത്ത് തറഞ്ഞിറങ്ങി നിൽക്കുന്ന ഒരു കത്തിയാണ്. ആ കത്തി കണ്ട് അതിൽ മൊത്തം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അച്ചു തന്നെയാണ് അംബിക കാണുന്നത്. അംബികയ്ക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞൂട. തൻ്റെ അച്ചുവേട്ടൻ എന്താ സംഭവിച്ചതെന്നോ ഒന്നും അറിയില്ല. ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു അംബിക. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ, കാരണം അംബികയുടെ തലയ്ക്ക് നല്ലൊരു അടിയാണ് കിട്ടിയത് ആ വീണ സമയത്ത്. അങ്ങനെ അംബിക അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നേരെ അച്യുതൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോഴേക്കും അച്യുതൻ മരണപ്പെട്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അംബിക ആ കത്തി ഊരാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ആ കത്തി വലിച്ചു ഊരുന്നതും നമ്മുടെ അജയും അവരുടെ കൂടെ വന്ന പോലീസുകാരും അകത്തോട്ട് കയറുന്നതും ഒരുമിച്ചാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മുടെ അംബിക അച്യുതൻ്റെ ദേഹത്ത് നിന്ന് ആ കത്തി ഊരുന്ന ഒരു രംഗമാണ് അവർ കാണുന്നത്. അപ്പോൾ അവരെ കണ്ണി കാണുന്നത് അംബിക അച്യുതനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ കാഴ്ചയിൽ കാണുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ ഒരു കാരണം അജയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭൂമിയുടെ അമ്മ അങ്ങനെ ചെയ്യൂ എന്നുള്ളതൊക്കെ. അങ്ങനെ ഒടുവിൽ ഭൂമി ഓടി അകത്ത് വരണ സമയത്ത് കത്തിയായിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കണ അമ്മയും രക്തത്തിൽ കുളിച്ച് കിടക്കണ തൻ്റെ അച്ഛനെയാണ് ഭൂമി കാണുന്നത്. നേരം വെളുത്ത് രാവിലെ പോണ സമയത്ത് തൻ്റെ അച്ഛനെയും അമ്മയും ചിരിച്ച മുഖത്തോടെ തന്നെ യാത്രയാക്കി തൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ഒരു മകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. ആ മകള് കാണുന്നത് മരിച്ചു കിടക്കുന്ന തൻ്റെ അച്ഛനെയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല ഭൂമിക്ക്. ഭൂമിയുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭൂമിക്ക്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അവിടെ കിടന്ന് അലമുറയിട്ട് വിളിക്കുന്ന ഭൂമിയാണ് പിന്നെ മറ്റുള്ളവർ കാണുന്നത്. അജയൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, ഭൂമി നിൻ്റെ അമ്മ അച്ഛനെ കൊലപ്പെടുത്തിയെന്ന്. അപ്പം ഭൂമി ആ വിങ്ങലിൻ്റെ ഇടയിലും ഭൂമി ഞെട്ടലോടെ അത് ഭൂമിയുടെ ചെവിയിൽ കേൾക്കുകയാണ്, തൻ്റെ അമ്മ അച്ഛനെ കൊലപ്പെടുത്തിയെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ അമ്മ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഒന്ന് നുള്ളി വേദനിപ്പിക്കുക പോലുമില്ല. ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഭൂമി വീണ്ടും കരയാണ്. അമ്മ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഭൂമി ആരടുത്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അജയൊക്കെ ഭൂമിനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസ് വന്ന് ഈ നമ്മുടെ അച്യുതൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചു. ആ സമയത്ത് അടുത്തുള്ള വീട്ടുകാരുടെ അടുത്തൊക്കെ അജയും മറ്റു ആൾക്കാർ തിരക്കുന്നുണ്ട്. ഇതെന്താ സംഭവിച്ചത്, എന്തെങ്കിലും ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾ കേട്ടോ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ ആ ഒരു സീരിയലിൻ്റെ ഡ്രാമ ചെയ്യുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും അച്യുത ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഒരു സീന് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കൺസെപ്റ്റിൽ അവർ വിചാരിച്ചിരിക്കുന്നത് അച്യുതൻ ഈയിടെയായിട്ട് കുടി തുടങ്ങിയെന്നും അങ്ങനെ കുടിച്ചിട്ട് വന്ന് അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും അച്യുതനും അംബികയും തമ്മിൽ എന്തോ വാക്ക് തർക്കം ഉണ്ടായി, അതിനിടയിൽ പറ്റിപ്പോയതാണ് എന്നുള്ളതാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കണം. അപ്പോൾ
അപ്പോൾ പോലീസ് തൊട്ടടുത്ത വീട്ടിലുള്ളവരുടെ അടുത്ത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് എന്താ ഇവിടെ നടന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ഈ ഒരു കാര്യങ്ങളാണ് അങ്ങ് പറയണത്. അവർ പറയണ്ട ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായതാണോ എന്നൊന്നും അറിയില്ല സാറേ, അപ്പോൾ അത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോലീസുകാർക്ക് ഇതിൽ കൂടുതൽ ഇനി എന്ത് എവിഡൻസാണ് വേണ്ടത്? അയൽവക്കക്കാരിൽ നിന്നുള്ള മൊഴി എടുക്കുകയാണ്. അങ്ങനെ അംബികയെ പോലീസ് പിടികൂടുകയാണ്. അപ്പം എല്ലാം കൊണ്ടും പോലീസുകാർ കയറി വരുമ്പോൾ കാണുന്നത് അംബിക കത്തി ഊരുന്നത്, അയൽവക്കക്കാരിൽ നിന്നും കേൾക്കുന്നത് അംബികയും അച്യുതനും തമ്മിൽ ഈ കുടിച്ചതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാവുകയും അങ്ങനെയൊക്കെയുള്ള സീനാണ് കാണുന്നത്. അങ്ങനെ അവർ കുറേ നേരം പോലീസുകാർ നിന്നിട്ട് അംബികേനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, എന്താ സാർ ഈ കാണിക്കുന്നത്? സാറിന് എന്താ പറ്റി? എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ അച്ഛനെ വേദനിപ്പിക്കില്ല. എൻ്റെ അമ്മ ഒന്ന് നുള്ളി പോലും എൻ്റെ അച്ഛനെ വേദനിപ്പിക്കില്ല സാർ. എൻ്റെ അമ്മ വെറുതെ വീണ, എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അംബികയ്ക്ക് എന്ത് പറയണമെന്ന് കൂടി അറിയില്ല. എന്നിട്ടും അംബിക പറയുന്നുണ്ട് അയാളാണ് അയാളെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും കാര്യമാക്കണില്ല. അങ്ങനെ അംബികയെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാർ നന്നായിട്ട് ചോദ്യം ചെയ്യണ എന്താണ് നടന്നത്. അപ്പോഴും അംബിക പറയുന്നുണ്ട് അയാളാണ് എൻ്റെ അച്ചുവേട്ടനെ കുത്തിയത്, അയാളാണ് കൊന്നത്, അയാൾ എന്തിനു വന്നു. എന്നിട്ട് അംബിക നടന്ന സംഭവങ്ങളൊക്കെ അവരൊന്ന് റിലാക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താണ് നടന്നത് എന്നുള്ളതൊക്കെ അവർ പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്, എന്താ ഇവിടെ നടന്നത്. അങ്ങനെ ഭൂമിക്കാണെങ്കിൽ ഭൂമിയുടെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഭൂമി മുറ്റത്തോട്ട് ഇറങ്ങണം. അപ്പോഴേക്കും അച്ഛനെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി അമ്മയെ സ്റ്റേഷനിലോട്ടും കൊണ്ടുപോകുന്ന രംഗങ്ങളാണ്. ഭൂമി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, അലമുറയിട്ട് വിളിക്കുന്ന ഭൂമിയാണ്. നാട്ടുകാരും മറ്റു ആൾക്കാരൊക്കെ കുറേ ഭൂമി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തും ഭവാനി അവിടെ നിന്നും പോയിട്ടില്ല കേട്ടോ. കാരണം ഭവാനി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇനി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഭൂമിയും കൂടെ കൊല്ലണം എന്നുള്ളതാണ് കപാലിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ബൈ ചാൻസ് അച്യുതനെ മാത്രമേ കൊല്ലാൻ പറ്റുകയുള്ളൂ. അപ്പം ഭവാനി അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കിയും പിടിച്ചും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അയൽവക്കത്തുള്ള കുറച്ച് പെണ്ണുങ്ങൾ അവരൊക്കെ വന്ന് ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിമിഷം പോലും ഭൂമിക്ക് അത് ഓർക്കാൻ പോയിട്ട് ഭൂമിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. തനിക്ക് തൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു, എൻ്റെ അമ്മയും പോയി, എൻ്റെ അച്ഛൻ എന്നേക്കുമായി പോയോ എന്നുള്ള രീതിയിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഭൂമി ആ മഴ പെയ്യാനോട്ടോ, നല്ല ഭയങ്കരമായ മഴയും ഈ രാത്രിയിൽ. അങ്ങനെ ഭൂമി ആ അച്യുതൻ്റെ കാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കാറിനെ പിടിച്ച് അങ്ങ് കരയണം കേട്ടോ, കുറേ കരയണം. അപ്പം സത്യദാസ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്, തൻ്റെ മകൾ അലമുറയിട്ട് കരയുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു സത്യദാസിന്. അങ്ങനെ സത്യദാസ് അകത്ത് ചെന്നിട്ട് എവിടെ നിന്ന് ഒരു തോർത്തോ ടവലോ എടുത്തുകൊണ്ട് വന്നിട്ട് ഭൂമിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. എൻ്റെ സമാധാനിപ്പിക്കുന്നുണ്ട്, മോള് കരയില്ലേ. ഇത് കണ്ട ഭവാനി കണ്ടില്ലേ, അച്ഛനും മോളും കൂടെയുള്ള ഒരു രംഗം, ഇത് നല്ലതിനല്ല. സത്യദാസും അഭിരാമിയും തമ്മിൽ അടുക്കുന്നത് എനിക്ക് നല്ലതിനല്ല. എവളെ എന്നേക്കുമായിട്ട് തീർത്ത് കളയാൻ, ഇല്ലെങ്കിൽ അത് വലിയ വിഷയത്തിലേക്ക് തന്നെ കലാശിക്കും എന്ന രീതിയിൽ ഭവാനി ചിന്തിക്കുകയാണ് കേട്ടോ. ഭവാനി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇനി എന്താണ് എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭൂമിയെ സമാധാനപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല കേട്ടോ. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഭൂമി കുറേ നേരം അലമുറയിട്ട് കരഞ്ഞു. എല്ലാവരും സമാധാനിപ്പിച്ചു. അവിടെ നിന്നവരും ഭൂമിയുടെ സുഹൃത്തുക്കളും പിന്നെ അത് ലക്ഷ്മിയേട്ടത്തി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഭൂമിയുടെ. പക്ഷേ ലക്ഷ്മിക്ക് പോലും ആ ചേച്ചിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന. ഇതെന്താ ഇവിടെ സംഭവിച്ചത്? എൻ്റെ ഭൂമി മോളുടെ അംബികേച്ചിക്കും അച്ചുവേട്ടനും എന്താ സംഭവിച്ച്? ലക്ഷ്മിക്കും സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു ഈ ഒരു രംഗമൊക്കെ. അങ്ങനെ ഭൂമി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അജയുടെ അടുത്ത് പറയുന്നുണ്ട്, സാർ എന്താ ഇവിടെ നടന്നത്? എൻ്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ തോന്നില്ല. എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല, അവർ അത്ര ആത്മബന്ധമുള്ളവരാണ്. അപ്പോൾ അജയ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, അയൽവക്കക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ മൊഴിയെടുത്തായിരുന്നു ഭൂമി. അപ്പോൾ അവർ പറയുന്നത് അച്യുതൻ നന്നായിട്ട് കുടിച്ചുകൊണ്ട് വീട്ടിൽ വരാറുണ്ടെന്ന്. ഭൂമി അപ്പം ഞെട്ടലോടെയാണ് അജയുടെ വായിൽ നിന്ന് ആ രംഗമൊക്കെ കേൾക്കുന്നത്. എൻ്റെ അച്ഛനെ എനിക്കറിയാത്തതാണോ സാർ? എൻ്റെ അച്ഛൻ കുടിച്ചിട്ട് വരാനോ? സാർ എന്തൊക്കെയാണ് ഈ പറയണ? ഒരിക്കലുമില്ല, എൻ്റെ അച്ഛൻ ഇന്ന് വരെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതാരാ സാറേ ഈ പറഞ്ഞത്? ഭൂമിയുടെ അയൽവക്കത്തുള്ളവരാണ്. ഭൂമിക്ക് അങ്ങനെ വേറെ ബന്ധുക്കളോ റിലേറ്റീവ്സോ അങ്ങനെയൊന്നും ഭൂമിക്കില്ല. അച്ഛനും അമ്മയും പിന്നെ കുറച്ച് അയൽവക്കക്കാർ, പിന്നെ തൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണ ലക്ഷ്മി ഏട്ടത്തി, അങ്ങനെ ആ ഒരു ബന്ധം. പിന്നെ ആ
പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് ആൾക്കാർ, അതല്ലാണ്ട് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബന്ധവും ആരുമായിട്ടും ഭൂമിക്കോ അല്ലെങ്കിൽ അച്യുതനോ അംബികയ്ക്കോ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ തന്നെയാണ് ഭൂമി കടന്നു പോണത്. ഭൂമി വീട്ടിലെത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഭൂമി ആ നിമിഷം ആലോചിക്കുകയാണ്. അച്യുതനെ കണ്ടപ്പോൾ ഭൂമി സഹിക്കാൻ പറ്റുന്നില്ല, പിടിച്ചാൽ കൂടി നിൽക്കാത്ത രീതിയിൽ ഭൂമി അച്യുതനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയാണ് കേട്ടോ. ഈ സമയം അംബികേനെയും വീട്ടിലോട്ട് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരികയാണ്. അംബികയ്ക്കും താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും ഭയങ്കര വിഷമമുള്ളൊരു സീനായിരുന്നു കേട്ടോ. അച്യുതൻ്റെ ആ മരണം, അച്യുതനെ ആ ഒരു രംഗത്ത് ആ ഒരു സീനിൽ കാണുന്ന ഒരു ഇതൊക്കെ, അച്യുതന് ഒരു വലിയൊരു രോഗമുണ്ട് എന്നുള്ളതൊക്കെ ആണെങ്കിലും അവിടെ നിന്ന് ആ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ആ പൈസ കിട്ടി, അതെല്ലാം റെഡിയായി അച്യുതന് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഭൂമി സെറ്റാക്കിയതാണ്. ആ ഒരു സന്തോഷത്തിലായിരുന്നു ഭൂമി. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ എങ്ങനെ വന്നു എന്നുള്ളതൊന്നും ഭൂമിക്ക് അറിയില്ല കേട്ടോ. ഭൂമി അച്യുതൻ്റെ ആ ശരീരത്തെ വിടാണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയാണ് കേട്ടോ. ആ സമയം ഭൂമി മനസ്സിൽ ആലോചിക്കുകയായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു, മോളെ എടി ഒരു ഉമ്മ തന്നിട്ട് പോടിയെന്ന്, ഇനി തരാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള രീതിയിലാണ് അച്ഛൻ അത് ചോദിച്ചത്. ഭൂമി അതിന് മറുപടിയായിട്ട് പറയുകയും ചെയ്തു, അച്ഛാ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഒന്നല്ല 1000 ഉമ്മ ഈ ഭൂമി തരും, ഇപ്പോൾ ഒട്ടും സമയമില്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ അച്യുതനെ സമാധാനിപ്പിച്ചിട്ടാണ് ഭൂമി പോയത്. തൻ്റെ അച്ഛൻ അവസാനമായിട്ട് ചോദിച്ചൊരു ഉമ്മയായിരുന്നു, അതുപോലും കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഭൂമി വീണ്ടും വാവിട്ട് നിലവിളിക്കാൻ കേട്ടോ. എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ പറയണമെന്നോ ഒന്നും തന്നെ ഭൂമിക്ക് അറിയില്ല. ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പോവുകയാണ്. അങ്ങനെ അച്യുതൻ്റെ ശവസംസ്കാരങ്ങളും എല്ലാം കഴിഞ്ഞു. അങ്ങനെ 1-2 ദിവസങ്ങൾ. എന്നിട്ട് അംബികേനെ സ്റ്റേഷനിലോട്ട് അന്ന് തന്നെ കൊണ്ടുപോയി കേട്ടോ. അച്യുതൻ്റെ ബോഡി എടുത്ത ശേഷം അംബികേനെ വീണ്ടും കൊണ്ടുപോവാണ്. അപ്പം ഭൂമി മനസ്സിൽ കരുതുകയാണ്, എന്തായാലും തൻ്റെ അമ്മയ്ക്കെതിരെയാണ് എല്ലാ തെളിവുകളും വന്നിരിക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് ഇനി രക്ഷപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണം, അല്ലാണ്ട് എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി ഭൂമിക്ക്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു, ലക്ഷ്മി ഏട്ടത്തി ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഭൂമിക്ക് ആ ഒരു വലിയൊരു ഷോക്കിൽ നിന്ന് തിരിച്ചു വരാൻ ഭൂമിക്ക് കഴിഞ്ഞില്ല. എന്നാലും ദിവസങ്ങൾ കടന്നു പോകും തോറും ഭൂമിയുടെ ഉള്ളിൽ തൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗമെങ്കിലും നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭൂമി വീട്ടിൽ ഇരുന്ന സമയത്ത് തന്നെ ഭൂമി ജസ്റ്റ് ഒന്ന് വീടെന്തോ വൃത്തിയാക്കാനായിട്ടൊക്കെ മുറ്റടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ പോകാൻ കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ അച്യുതനൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മൊബൈൽ ഫോണിൽ അവരന്ന് ആ വീഡിയോ, അതായത് നാടകത്തിൻ്റെ റിഹേഴ്സലൊക്കെ ചെയ്യുന്ന സമയത്ത് അവരത് വീഡിയോയിൽ പിടിക്കുന്നുണ്ടായിരുന്നു അംബിക അച്യുതന്. അപ്പോൾ അത് ഒരു ജനലിൻ്റെ അവിടെ വെച്ചിട്ടാണ് അവർ ആ വീഡിയോ പിടിക്കണത്. അപ്പോൾ ആ വീഡിയോ പിടിക്കുന്ന സമയത്ത് അത് ആ സമയത്താണ് അയാൾ വരണതും കൊല്ലണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ആ ഫോൺ എപ്പോഴും അത് കാണാണ്ട് തന്നെ അത് എങ്ങോട്ടോ തട്ടി അത് താഴെ വെളിയിലോട്ട്, ജനലിൻ്റെ വെളിയിലോട്ട് പോയി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഭൂമി മുറ്റടിക്കാനായിട്ട് എന്തോ ആവശ്യത്തിനായിട്ട് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ആ മൊബൈൽ വെളിയിൽ ജനലിൻ്റെ അവിടെ ആയിട്ട് ചാടി കിടക്കുന്ന കാണുകയാണ്. അങ്ങനെ ഭൂമി ആ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി ഫുള്ള് തീർന്ന് ഓഫായി കിടക്കുക. ഭൂമി നേരെ അത് കൊണ്ടുവന്ന് കുത്തിയിടണം കേട്ടോ. അങ്ങനെ കുത്തിയിട്ടിട്ട് ചാർജ് കയറി കഴിയുമ്പോൾ ഭൂമി ആ മൊബൈൽ എടുക്കണം. എൻ്റെ അച്ഛൻ്റെ മൊബൈലാണിത്. അച്ഛൻ്റെ അവസാനമായിട്ടുള്ള അച്ഛൻ്റെ ആ ഒരു അച്ഛൻ കൊണ്ടു തന്നിരുന്ന ആ ഒരു മൊബൈൽ തൻ്റെ അച്ഛൻ്റെയാണ് എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഭൂമി ആ മൊബൈലിൽ തൊടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് ഓൺ ചെയ്ത് ചാർജ് ഫുള്ള് കയറി ഓൺ ചെയ്ത് ഭൂമി നോക്കിയിട്ട് അതിലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി ഭൂമിയുടെ കണ്ണ് നിറയാൻ കേട്ടോ. അപ്പോഴാണ് അതിലൊരു വീഡിയോ കിടക്കുന്നത് കണ്ടത്. ഭൂമി അങ്ങനെ ആ വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ആ വീഡിയോ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അച്യുതനും അംബികയും ആ നാടകത്തിൻ്റെ, ശീലാവതി നാടകത്തിൻ്റെ ക്ലൈമാക്സ്, ആ രംഗം പല പ്രാവശ്യം നമ്മുടെ ഭൂമി കേട്ടിട്ടുള്ളതാണ്. അച്യുതൻ പറഞ്ഞ് പല വർഷങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നതിന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭൂമിക്ക് മനസ്സിലായി അത് ഏത് നാടകമാണെന്നുള്ളത്. തൻ്റെ അമ്മ അഭിനയിച്ച ശീലാവതി നാടകത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് അച്ഛനും അമ്മയും കൂടെ അഭിനയിക്കുന്നത് എന്തോ ഫോണിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് അന്ന് പിടിച്ചതാണ്. അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു മുഖം മൂടിയിട്ട ഒരാൾ വരുന്നുണ്ട്. പറഞ്ഞതോ അംബികയെ പിടിച്ച് തള്ളി മാറ്റുമ്പോൾ അമ്മ വീഴുന്നു. അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്താൻ നീ ആരുടാന്ന് ചോദിച്ചിട്ട് അച്യുതൻ അമ്മയെ രക്ഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ അച്യുതനെ ആ വലിയ കത്തി കൊണ്ട്, കടാര പോലെയുള്ള കത്തി കൊണ്ട്
ബാക്കിൽ നിന്ന് കുത്തി ആക്കി 2 കുത്ത് കുത്തുന്ന സീനൊക്കെ ഭൂമി ഞെട്ടലോടെ കാണണം കേട്ടോ. ഇതാരാ ഇയാൾ? എൻ്റെ അച്ഛനെ കൊന്നത് ഇയാളോ? ഇതെന്താ ഇവിടെ നടന്നത്? ഇയാൾ എന്തിന് എൻ്റെ അച്ഛനെ കൊല്ലണം എന്നൊക്കെയുള്ള ചിന്തകൾ. അങ്ങനെ ഭൂമി എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് അജയുടെ കൊണ്ടുപോയി കാണിക്കുകയും തൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താനുള്ള വഴുതുകളൊക്കെ, ഇനി അത് ആരാണ് എന്താണ് അറിയാലോ. ഭൂമിക്ക് വളരെ നല്ല രീതിയിൽ ഓരോ കേസും തെളിയിച്ചെടുക്കാനുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഭൂമി അത് പോലീസിൽ അജയിനെ കൊണ്ട് ഏൽപ്പിക്കുമെങ്കിലും ഈ കേസിനെ സംബന്ധിച്ച് ഭൂമി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് എന്തിന് എൻ്റെ അച്ഛനെ കൊല്ലാനുള്ള കാരണം എന്താണ്, അങ്ങനെയൊക്കെ തിരക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഭവാനിയിൽ ചെന്നെത്തുന്നുണ്ട് ഭൂമി. ഭവാനിയുടെ എല്ലാ കള്ളത്തരങ്ങളും ഭൂമി കണ്ടുപിടിച്ചെടുക്കുകയും അവസാനം ഭവാനിയുടെ ആ ഒരു കമാൽ വഴി ഭവാനി കൊന്നതിനെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും ഭൂമി കണ്ടുപിടിച്ചെടുക്കുന്ന സീനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇനി വരാനിരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളതല്ലേ. നമ്മുടെ ഭൂമി ഈ കേസ് തെളിയിച്ചെടുക്കുക തന്നെ ചെയ്യുക. അതിൽ ഭവാനി കുറ്റക്കാരിയാണെന്നും ഭവാനി അതുപോലെ തന്നെ കമാലിനെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം തൻ്റെ അച്ഛനെ കൊല്ലാനുള്ള കാരണം എന്താണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും നമ്മുടെ വീഡിയോസ് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൻ്റെ അടുത്ത ആഴ്ചയിൽ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.